മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വീണ്ടും അടച്ചു. കനത്ത മഴയിൽ ചുരം റോഡിലേക്ക് കല്ലുകൾ അടർന്നു വീഴുന്നത് തുടരുകയാണ്. വയനാട് ലക്കിടിയിൽ കനത്ത മഴ. വയനാട് ലക്കിടിയിലും താമരശ്ശേരി അടിവാരത്തും നിരവധി യാത്രക്കാരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. സമീർ സി മുഹമ്മദ് ചുരം വ്യൂ പോയിന്റിൽ നിന്നും, സുർജിത്ത് അയ്യപ്പത്ത് ലക്കിടിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ്. സമീർ, അവിടെ ഇപ്പോഴും കനത്ത മഴയാണോ? നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടിരുന്നു, ഈ കല്ലും മണ്ണുമൊക്കെ റോഡിലേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്നത്. ഇപ്പോഴും അവിടെ മഴയാണോ സമീർ? ഡോക്ടർ ഉന്മേഷ്, ഇപ്പോഴും ഇവിടെ അതിശക്തമായ മഴയാണ്. മാത്രമല്ല നല്ല കോടയുമുണ്ട്. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. വളരെ വേഗത്തിലാണ് കാറ്റെത്തുകയും ആ കാറ്റിനോടൊപ്പം തന്നെ കോട ഇറങ്ങുകയും ചെയ്യുന്നത്. അതോടെയാണ് കാഴ്ച മങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാം, ആ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ ആ ഭാഗത്ത് തന്നെയാണ് അല്പസമയം മുമ്പ് കൂടി മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പാറക്കൂട്ടങ്ങളും താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല വലിയ രീതിയിലുള്ള മരങ്ങൾ കൂടി താഴേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വലിയ രീതിയിൽ ഒരു ഗതാഗത കുരുക്ക് രൂക്ഷമാവുന്ന സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഇവിടെ നിന്ന് നേരത്തെ ഈ റോഡിൻ്റെ ഭാഗത്തേക്കെല്ലാം തന്നെ മണ്ണുകൾ മാറ്റിയിരുന്നു. പിന്നീടാണ് അതിശക്തമായ മഴയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇപ്പോൾ ഈ JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗം മാത്രം, അതായത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇവിടെ ആംബുലൻസ് കടന്നു പോകാൻ വേണ്ടി മാത്രം ഗതാഗത യോഗ്യമാക്കിയിരിക്കുകയാണ്. മറ്റിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഈ പാറക്കൂട്ടങ്ങളും മണ്ണുമൊക്കെ ഇവിടെ ചാടി വീണ് കിടക്കുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. റോഡിൻ്റെ മറുവശത്ത് പോലും ഇത്ര വലിയ പാറക്കഷ്ണങ്ങളൊക്കെ താഴേക്ക് പതിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. വലിയ അപകട സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ആംബുലൻസുകൾക്ക് മാത്രം കടന്നു പോകാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റ് യാത്രക്കാർക്കൊന്നും തന്നെ ഇവിടേക്ക് കടന്നു പോകാൻ കഴിയില്ല. എല്ലാവർക്കും കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. വലിയ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ബദൽ സംവിധാനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ വയനാട് ജില്ലാ ഭരണകൂടം നൽകുന്നത്. അതായത് കോഴിക്കോട് നിന്ന് കുറ്റ്യാടി ചുരം വഴി കടന്നു പോകണം, അതുപോലെ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് വരുന്നവർ നാടുകാണി ചുരം വഴി പോകണം എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. നമുക്കൊപ്പം ഇപ്പോൾ ടി സിദ്ദിഖ് MLA കൂടി ചെയ്യുകയാണ്. ഓരോ ഘട്ടം മണ്ണ് നീക്കുന്നു, പക്ഷേ വീണ്ടും ഇടിയുന്നു. ഏത് സമയത്തിനകം ഇത് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിയും? എന്താണ് MLA ഈ വിഷയത്തിലുള്ള പ്രതികരണം? ഇനിയിപ്പം ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് നീക്കണമെങ്കിൽ തീർച്ചയായും ഒന്ന്, ഇപ്പോൾ ആകെ ഒരു ക്ലൗഡി അറ്റ്മോസ്ഫിയറാണ്, ആകെ കോടയാണ്, പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. ഭാഗത്ത് അതിശക്തമായിട്ടുള്ള മഴ മേലെ കാടിൻ്റെ മേലെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ റോഡ് ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ ആക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. ഒന്ന്, നേരത്തെ ഒരു 20-25 മിനിറ്റ് മുമ്പേ ഉണ്ടായിട്ടുള്ള സൗണ്ടോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു പൊട്ടലുണ്ട്. അപ്പോൾ അത് ഭയാനകമായ പൊട്ടലല്ല, പക്ഷേ റോഡ് മുഴുവൻ ബ്ലോക്കായി. അപ്പോൾ ചെറിയ പാറക്കഷ്ണങ്ങളും സാധനങ്ങളും പിന്നെ വെള്ളവും ഒക്കെ ഒഴുകി വന്നു. അപ്പോൾ അത് ഇപ്പോൾ റോഡ് ആംബുലൻസ് പോകത്തക്ക രീതിയിൽ റോഡുകൾ ഇപ്പോൾ ഞങ്ങൾ JCB ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ക്രമീകരിച്ചു. പക്ഷേ പിന്നെ ഇത് പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ മേലെ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് ആദ്യം ഒന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ ജിയോളജിസ്റ്റും സോയിലും ഫോറസ്റ്റും അടക്കമുള്ളതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ കയറിയതുപോലെ തന്നെ തെർമൽ ഡ്രോണും പിന്നെ സംവിധാനങ്ങളൊക്കെയായി കയറി പരിശോധിക്കണം. ഇപ്പോൾ ഈ രൂക്ഷമായിട്ടുള്ള മഴ പെയ്യുകയാണ്. ഇപ്പോൾ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുകയാണ്. ഈ സമയത്ത് ഒരു കാരണവശാലും അവരുടെ പരിശോധിക്കുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാകുമോ എന്നുള്ള ആശങ്ക പോലുമുണ്ട്. അതുകൊണ്ട് മഴയൊന്ന് ശമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിശോധനയിലേക്ക് കടന്ന് ഇത് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടിയാണ് ഇപ്പോൾ മുമ്പിലുള്ള മാർഗം. അതിലൊരു കാര്യം കൂടെ പറയുന്നു, ഈ ജില്ലാ ഭരണകൂടം, വയനാട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഓപ്പറേഷനായിട്ടാണ് ഇപ്പോൾ ഇത് പോകുന്നത്. ഇത് അങ്ങനെ പോകേണ്ടതായ ഒരു വിഷയമല്ല. ഈ നാഷണൽ ഹൈവേ ഈ ലക്കിടി വരെ ഇത് കോഴിക്കോട് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടാണ്. ജില്ലാ കളക്ടർ ഇതുവരെ വന്നിട്ടില്ല. ഉത്തരവാദപ്പെട്ടവർ. ശരി സമീർ, ഏതായാലും ഇപ്പോൾ MLA അവിടെ എത്തിയിട്ടുണ്ട്. നിലവിൽ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു.